ബഹുമാനായിട്ടുള്ള ശ്രീ മഞ്ഞളാംകുഴി അലി, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് വ്യാപകമായി മതന്യൂനപക്ഷം ശാരീരികമായി ആക്രമിക്കപ്പെടുകയും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുകയുമാണ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ സർ പൊതുസമൂഹത്തിനിടയിൽ ഇവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ സമുദായ നേതാക്കന്മാരും ഈ സർക്കാരും അനവസരത്തിൽ അപഹസിക്കുകയാണ് സർ. ന്യൂനപക്ഷങ്ങൾ രണ്ടാംകിട പൗരന്മാരാകും എന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള അപഹസിക്കലായിരുന്നില്ലേ? ഭയപ്പെടുത്തി കൂടെ നിർത്തലായിരുന്നില്ലേ സർ ഉദ്ദേശം? സംസ്ഥാന ജനസംഖ്യയിൽ 27% മുസ്ലിം ന്യൂനപക്ഷത്തിന് സർക്കാർ സർവീസിലും മറ്റുമുള്ള പ്രാതിനിധ്യം വെറും 13% മാത്രമാണ്. എന്നിട്ടും ഈ വിഭാഗത്തിന് അനർഹമായ എന്തൊക്കെയോ സംസ്ഥാന സർക്കാർ വാരി